ഇ.പി. ജയരാജന്റെ ആത്മകഥാ ചോർച്ചയിൽ അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ ശുപാർശകൾ പുറത്ത്. കേസെടുത്ത് അന്വേഷിച്ചാൽ മാത്രമേ സത്യാവസ്ഥ പുറത്തുവരൂ എന്ന് അന്വേഷണ റിപ്പോർട്ട്. ഇ.പിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം. DC ബുക്സിന്റെ പരാതിയിലും കേസെടുക്കാമെന്ന് കോട്ടയം SP-യുടെ ശുപാർശ. DGP റിപ്പോർട്ട് അംഗീകരിച്ചാൽ ഇ.പിയെയും DC-യെയും പോലീസ് വിവരം അറിയിക്കും. സേഫ് സെയിൻ ലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സേഫ്, DC-യിൽ നിന്ന് തന്നെയാണ് ആത്മകഥ ചോർന്നത് എന്ന വിവരം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. ഇതിപ്പോൾ എന്തൊക്കെ ശുപാർശകളാണ് പുറത്തുവരുന്നത്? വിശദാംശങ്ങൾ എന്താണ്? ഇന്നലെ തന്നെ DC-യുമായി ബന്ധപ്പെട്ട ബുക്ക് ആത്മകഥാ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കോട്ടയം SP തയ്യാറാക്കിയിരുന്നു. അതിന്റെ ശുപാർശയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഇ.പിയും DC-യും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം തന്നെ ഇ.പി. ജയരാജന്റെ വ്യക്തിപരമായ ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി മാത്രം അറിയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അതിന്റെ ഭാഗമായി വന്നിരുന്നു. ഇതെല്ലാം എങ്ങനെ DC-യിൽ വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയിലേക്ക് പോകേണ്ടതായിരുന്നു. ഇത് കേസെടുത്ത് അന്വേഷിച്ചാൽ മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ സത്യാവസ്ഥ പുറത്തുവരൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇ.പിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇ.പിക്ക് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെയും സമീപിക്കാം. DC ബുക്സിന്റെ പരാതിയിലും കേസെടുക്കാമെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയായ ശ്രീകുമാർ ചോർത്തി എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അതുകൊണ്ട് വിശ്വാസവഞ്ചനയ്ക്കോ ഗൂഢാലോചനയ്ക്കോ DC-ക്ക് പരാതി നൽകുകയും DC പരാതി നൽകുന്നുണ്ടെങ്കിൽ അതിലും കേസെടുക്കാം എന്ന് വ്യക്തമാക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇ.പി. ജയരാജനെയും DC ബുക്സിനെയും അറിയിക്കാം എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സേഫ് തുടരുക.